ഓം ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് നാളെ മീനമാസത്തിലെ കർത്തവാവാണ്. വളരെയധികം പവർഫുള്ളായിട്ടുള്ളൊരു കർത്തവാവാണ് നാളെ വരുന്നത്, 18, 19 തീയതികളിലായിട്ട്. ഇന്നത്തെ വീഡിയോയിൽ കർത്തവാവിന് നമ്മൾ ചെയ്യേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളെക്കുറിച്ചും ഒപ്പം തന്നെ ധനവരവിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടുന്ന ഒരു കാര്യത്തെക്കുറിച്ചുമാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. ആദ്യം തന്നെ കർത്തവാവ് തിഥിയുടെ ആരംഭം എന്ന് പറയുന്നത് നാളെ ബുധനാഴ്ച, അതായത് മാർച്ച് മാസം 18-ാം തീയതി ബുധനാഴ്ച രാവിലെ 8:52 ആരംഭിച്ചിട്ട് വ്യാഴാഴ്ച പിറ്റേ ദിവസം രാവിലെ 6:52 അവസാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാത്രിയിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ പൂജകളും വഴിപാടുകളും നാളെ രാത്രി വേണം ചെയ്യാൻ. അതേപോലെ ബലിതർപ്പണം ചെയ്യുന്നവരൊക്കെ വ്യാഴാഴ്ച രാവിലെ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ നാളെ രാത്രിയിൽ നമ്മൾ ചെയ്യേണ്ടുന്ന 2 കാര്യങ്ങൾ. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ എല്ലാ മൂലകളിലും നമ്മൾ കല്ലുപ്പ് വെക്കുക എന്നുള്ളതാണ്. വീട്ടിലെ കംപ്ലീറ്റ് ആയിട്ടുള്ള നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീട്ടിൽ എത്ര മുറികളുണ്ടോ മുറിയിൽ, ഹോളിൽ, ബാത്റൂമിൽ, ടോയ്ലറ്റിൽ, അങ്ങനെ എല്ലായിടത്തും നമ്മൾ കല്ലുപ്പ് വെക്കുന്നത്. കല്ലുപ്പ് വെക്കണം. അത് നാളെ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപായിട്ട് ചെറിയ മൺവിളക്കിലോ അല്ലെങ്കിൽ പേപ്പർ കപ്പിലോ വെച്ചാൽ മതിയാവും. അത് വെച്ചിട്ട് പിറ്റേ ദിവസം വ്യാഴാഴ്ച നമുക്കതെടുത്ത് വെള്ളത്തിൽ കലക്കി കളയാവുന്നതാണ്. അതേപോലെ വീട്ടിലുള്ളവരുടെ ദൃഷ്ടിദോഷം മാറാൻ വേണ്ടിയിട്ടും നാളെ ബുധനാഴ്ച രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായിട്ട് വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടോ അത്രയും അംഗങ്ങളെ ഒന്നിച്ചു നിർത്തിയിട്ട് നമ്മുടെ വലതേ കയ്യിൽ കല്ലുപ്പെടുത്തിട്ട് എല്ലാവരെയും ഒന്നിച്ച് 3 പ്രാവശ്യം ചുറ്റി ശേഷം നമ്മൾ ആരാണോ അവരെ ചുറ്റിയത് നമ്മളും നമ്മളെ തന്നെ ചുറ്റിയിട്ട് അത് ഒരു ഗ്ലാസ്സിൽ ഇട്ട് വെച്ചിരിക്കുക, വെള്ളം ഒഴിച്ച്. അന്ന് രാത്രി അത് കളയരുത്. പിറ്റേ ദിവസം നമുക്കത് ടോയ്ലറ്റിൽ ഒഴിച്ച് കളയാവുന്നതാണ്. ഇതുവഴി വീടിനെ ബാധിച്ച നെഗറ്റീവ് എനർജിയും നമ്മളെ ബാധിച്ച നെഗറ്റീവ് എനർജിയും മാറും. ഇത് നമ്മൾ എല്ലാ മാസവും വരുന്ന കർത്തവാവിന് ചെയ്യുമ്പം നമുക്ക് നല്ല രീതിയിലുള്ളൊരു പ്രൊട്ടക്ഷൻ ലഭിക്കാനായിട്ട് ഇത് സഹായിക്കും. അതേപോലെ നമ്മൾ ചെയ്യുന്ന ലക്ഷ്മി പൂജ, ഞാൻ എപ്പോഴും പറയുന്നതാണ്, വെള്ളിയാഴ്ച കർത്തവാവ് പൗർണമി ദിവസങ്ങളിൽ നമ്മൾ ലക്ഷ്മി പൂജ ചെയ്യണം. അത് വളരെ വളരെ ശ്രേഷ്ഠമാണ്. നാളത്തെ ദിവസം ബുധനാഴ്ചയോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് നാളെ സന്ധ്യയ്ക്ക് ചെയ്യാം, അങ്ങനെ അല്ലെങ്കിൽ വ്യാഴാഴ്ച ബ്രഹ്മമുഹൂർത്തത്തിൽ ചെയ്യാം. സാധാരണ വെള്ളിയാഴ്ചകളിൽ ചെയ്യുന്നത് പോലെ തന്നെ ലക്ഷ്മി ദേവിയെ എടുത്ത് ഒരുക്കി ദേവിക്ക് മുൻപിൽ നെയ്ദീപം കൊളുത്തി വെച്ച് അമ്മയ്ക്ക് മുൻപിലിരുന്ന് ഓം ശ്രീം ലക്ഷ്മി നാരായണായ നമ എന്നുള്ള മന്ത്രം ചൊല്ലി പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യുക. ഏറ്റവും കുറഞ്ഞത് 27 പ്രാവശ്യം, ഏറ്റവും കൂടുതൽ 108 പ്രാവശ്യമാണ് ചെയ്യേണ്ടത്. അതിനോടൊപ്പം തന്നെ നമ്മൾ വെങ്കടേശ്വര സ്വാമിയെ ചന്ദനത്തടിയിൽ പൂജിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ അതും ഒന്നിച്ചു തന്നെ ചെയ്യാവുന്നതാണ്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഓൾറെഡി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഒരുപാട് പേരത് ഡെയിലി ചെയ്യുന്നത് കൊണ്ട് അത് എല്ലാവർക്കും അറിയുന്ന കാര്യവുമായിരിക്കും. അതേപോലെ തന്നെ കർത്തവാവിന് അന്നദാനം ചെയ്യാനായിട്ട് മറക്കരുത്. വീടിന് അടുത്തുള്ള ക്ഷേത്രത്തിൽ, പ്രത്യേകിച്ച് കർത്തവാവിന് ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് അത്യുത്തമമാണ്. ശിവക്ഷേത്രത്തിൽ ഭഗവാന് ധാര കഴിപ്പിക്കണം. അതേപോലെ തന്നെ ബുധനാഴ്ച സന്ധ്യയ്ക്ക് സൂര്യാസ്തമയത്തിന് ശേഷം വീടിൻ്റെ അടുത്ത് അമ്പലത്തിൽ ആൽമരമുണ്ടെങ്കിൽ ആൽമരത്തിന് ചുവട്ടിൽ ഒരൽപ്പം ജലം സമർപ്പിച്ച് നല്ലെണ്ണ കൊണ്ടോ കടുകെണ്ണ കൊണ്ടോ വടക്കോട്ട് തെളിയുന്ന രീതിയിൽ ഒരു ദീപം കൊളുത്തി വെച്ച് ആലിനെ തൊഴുത് പ്രാർത്ഥിക്കുന്നത് ശനി ദോഷ നിവാരണത്തിന് നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഇനി നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ വീടിനടുത്ത് ആൽമരമില്ല, ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കില്ല എന്നുള്ളവർക്ക് വീട്ടിലും ഇത് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഹോളിൽ, പൂജാമുറിയിൽ വേണമെന്നില്ല, നമ്മുടെ ഹോളിൽ വടക്കോട്ട് വരുന്ന രീതിയിൽ നല്ലെണ്ണയൊഴിച്ച് നമ്മളൊരു ദീപം കൊളുത്തി പ്രാർത്ഥിച്ചാൽ ശനി, ഇപ്പോൾ കണ്ടകശനി, ഏഴരശനി, അഷ്ടമശനി ഈ കാലഘട്ടത്തിലൂടെയൊക്കെ കടന്നു പോകുന്നവർക്ക് വളരെ നല്ല രീതിയിലുള്ള ഒരു നിവാരണം ലഭിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ നാളത്തെ ദിവസം ചെയ്യേണ്ടുന്ന വളരെയധികം പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഉറുമ്പുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നതാണ്, കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നതാണ്. ഇത് രണ്ടും മറക്കരുത്. നാളെ രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ ആദ്യം വെക്കുന്ന ചോറിൽ നിന്നും, ചിലപ്പം ചിലവർ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എന്തുമായിക്കൊള്ളട്ടെ, അതിൽ നിന്നും ആദ്യത്തെ പങ്ക് കാക്കയ്ക്ക് കൊടുക്കണം. അതേപോലെ തന്നെ ഉറുമ്പിനും കൊടുക്കണം. കർത്തവാവിന് നമ്മൾ കാക്കയ്ക്ക് കൊടുക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത്
പിതൃപ്രീതിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിതൃക്കന്മാരുടെ ശാപമുള്ളവർ, അവർ നമ്മളുമായിട്ട് അനുകൂലമല്ലാത്ത അവസ്ഥയിലാണ്, അങ്ങനെയുള്ളവരൊക്കെ ചെയ്യേണ്ടത് കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ചെയ്യേണ്ടുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കല്ലുപ്പിട്ട വെള്ളത്തിൽ നമ്മൾ കുളിക്കുക എന്നുള്ളതാണ്. കല്ലുപ്പ് നമ്മളെ ചുറ്റുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ബോഡി ക്ലെൻസ് ആവാൻ വേണ്ടിയിട്ടും നമ്മുടെ ബോഡിയിലുള്ള നെഗറ്റിവിറ്റി കംപ്ലീറ്റ്ലി പോവാൻ വേണ്ടിയിട്ടും നമ്മൾ കല്ലുപ്പിട്ട വെള്ളത്തിൽ കുളിക്കുക. ഇപ്പോൾ കറുത്തവാവ്, പൗർണമി പോലെയുള്ള ദിവസങ്ങൾ വരുമ്പോൾ നമുക്കറിയാവുന്നതാണ്, ചിലർക്ക് ഭയങ്കര ക്ഷീണം, ബുദ്ധിമുട്ട്, ഒന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസൊക്കെ ചിലർക്കുണ്ടാവും. ചിലർക്ക് കറുത്തവാവ് തിരി എന്ന് പറയുന്നത് ചന്ദ്രന് ബലമില്ലാത്തതായതുകൊണ്ട് തന്നെ അവർക്കത് ഭയങ്കര പ്രോബ്ലം ആയിരിക്കും. പൗർണമി വരുമ്പം ചന്ദ്രന് ബലം കൂടും, പക്ഷേ അത് ചിലർക്ക് ഭയങ്കര പ്രോബ്ലം ആയിരിക്കും. അപ്പം അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമുക്ക് ചന്ദ്രബലം കൂടി കുറഞ്ഞിട്ടുള്ള വ്യക്തികളിൽ ഇത് ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആകുന്നത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ആ ദിവസങ്ങളിൽ കല്ലുപ്പിട്ട ജലത്തിൽ കുളിച്ച് ബോഡിയെ ആക്റ്റീവാക്കി നല്ല പോണം ജലം കുടിക്കുക എന്നുള്ളതാണ്. അതൊക്കെ കുടിക്കണം. അതേപോലെ തന്നെ കറുത്തവാവ് വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് ശരീരത്തിന് ബോഡിക്ക് ഒരു ക്ഷീണം ഫീൽ ചെയ്യുന്നുണ്ട്, ബാക്കിയുള്ള ദിവസങ്ങളിലൊന്നും കുഴപ്പമില്ല. കറുത്തവാവ് വരുമ്പോൾ ബോഡിക്കൊരു ക്ഷീണം ഫീൽ ചെയ്യുന്നവരാണെങ്കിൽ ചന്ദ്രബലം കുറവുള്ളവരാണ് ആ വ്യക്തികൾ. അപ്പോൾ അവർ മറക്കാതെ അന്നത്തെ ദിവസം തൈര് തേച്ച് കുളിക്കാനും ശ്രമിക്കണം. അപ്പോൾ നമുക്ക് ആ ചന്ദ്രബലത്തെ ആക്റ്റീവ് ചെയ്യാനും സാധാരണ പോലുള്ള ക്ഷീണം നമുക്ക് തോന്നുകയുമില്ല. ഇനി നമുക്ക് ധനവരവിനായിട്ട് ചെയ്യേണ്ടുന്ന കാര്യം എന്താണെന്നുള്ളതാണ്. ഇത് വളരെ വളരെ ഈസിയാണ്. മറ്റൊന്നുമല്ല, നമ്മൾ ചെയ്യേണ്ടത് 5 രൂപയുടെ ഒരു നാണയം അല്ലെങ്കിൽ 5 1 രൂപ കോയിൻ എടുക്കുക. ഈ രണ്ടെണ്ണം അല്ലാതെ ഇവിടെ വേറെ യാതൊരു വിധത്തിലുമുള്ള ഓപ്ഷനില്ല. ഒന്നെങ്കിൽ നമ്മൾ 5 രൂപ നാണയം എടുക്കണം, അല്ലെങ്കിൽ 1 രൂപയുടെ 5 നാണയങ്ങൾ. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, മറ്റൊരു ഓപ്ഷൻസുമില്ല. ഇത് എടുത്ത് ശുദ്ധമായ ജലത്തിൽ ആദ്യം കഴുകണം. അതിനുശേഷം റോസ് വാട്ടർ ഉണ്ടെങ്കിൽ റോസ് വാട്ടറിൽ ഒന്ന് കഴുകിയിട്ട് അത് നമ്മൾ ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുക. അപ്പോൾ ആ റോസ് വാട്ടറിൻ്റെ ആ ഒരു ആകർഷണം, ആ ഒരു സ്മെല്ല് ആ ഒരു നാണയത്തിലുണ്ടാവും. അതിനുശേഷം നമ്മളൊരു ബ്രാസിൻ്റെയോ കോപ്പറിൻ്റെയോ പ്ലേറ്റ് എടുക്കുക. അങ്ങനെ അല്ലെങ്കിൽ ഒരു വാഴയിലെയോ വെറ്റിലയോ എടുത്തിട്ട് ആ 1 രൂപ നാണയം മുകളിലോട്ട് വരുന്ന രീതിയിൽ ഈ 5 നാണയങ്ങളും നമ്മൾ ഇലയിൽ വെക്കണം, അല്ലെങ്കിൽ പ്ലേറ്റിൽ വെക്കണം. ഇനി 5 രൂപയാണ് നിങ്ങൾ എടുത്തെങ്കിൽ ആ 5 എന്ന് എഴുതിയിരിക്കുന്ന ഭാഗം മുകളിലോട്ട് വരുന്ന രീതിയിൽ നമ്മൾ പ്ലേറ്റിന് മുകളിലായിട്ട് വെക്കണം. വെച്ചതിന് ശേഷം അതിന് മുകളിലായിട്ട് ചന്ദനം കംപ്ലീറ്റ് ആ ഒരു നാണയത്തിൽ തേച്ച് വെച്ചാൽ പുറത്തു മാത്രം, അതായത് നമ്മൾ ആ 5 അല്ലെങ്കിൽ 1 എന്ന് എഴുതിയ ആ ഒരു ഭാഗത്ത് മാത്രം നമ്മുടെ കയ്യിലെടുക്കരുത്. കയ്യിലെടുക്കാതെ ആ ഇലയിലാണോ പ്ലേറ്റിലാണോ വെച്ചിരിക്കുന്നത് അതിൽ വെച്ചതുപോലെ തന്നെ നമ്മൾ ചന്ദനം കലക്കി തേക്കുക എന്നുള്ളതാണ്. ചന്ദനം ക്ഷേത്രത്തിൽ നിന്ന് കിട്ടിയതാവരുത്, അല്ലാതെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതായിരിക്കണം. അതേപോലെ തന്നെ റോസ് വാട്ടർ ഒഴിച്ച് ചന്ദനം മിക്സ് ചെയ്യുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം. അതില്ലാത്തവർക്ക് ശുദ്ധമായ ജലം ഒഴിക്കാം. അങ്ങനെ ആ ചന്ദനം തേച്ച് ചന്ദനത്തിനെ ഉണങ്ങാനായിട്ട് വിട്ടിരിക്കുക കുറച്ച് നേരം. അപ്പോൾ നമ്മൾ ഇത് ഞാൻ പറഞ്ഞതുപോലെ നാളെ 8:52 മുതൽ വ്യാഴാഴ്ച 6:52 മുൻപായിട്ടുള്ള ഏതൊരു സമയത്തും നമുക്കിത് ചെയ്യാവുന്നതാണ്. അപ്പം സന്ധ്യയ്ക്കൊക്കെ നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇത് ചെയ്യാനിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഇത് ചെയ്ത് വെച്ചിട്ട് എല്ലാ പൂജകളും കഴിഞ്ഞ് അവസാനം നമ്മളിത് ചെയ്താൽ മതി. അപ്പോഴേക്കും ആ ചന്ദനം ഉണങ്ങിക്കിട്ടും. അത് ഉണങ്ങിക്കിട്ടണം. അതിനുശേഷം ആ നാണയത്തിന് മുൻപിലിരുന്ന് കണ്ണുകളടച്ച് നിങ്ങൾക്ക് എത്ര രൂപയാണ് വേണ്ടത്, ദയവ് ചെയ്ത് 1 കോടി രൂപ വേണം, 10 കോടി രൂപ വേണം എന്നൊന്നും മനസ്സിൽ ചിന്തിക്കരുത്. ഈ ഒരു മാർച്ച് മാസം നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു എമൗണ്ട് ഉണ്ടാവുമല്ലോ, അത് എത്ര വേണമെന്നുള്ളത് ആദ്യം മനസ്സിലോട്ടൊന്ന് കൊണ്ടുവരിക. ഇപ്പം ലോണിന് അപ്ലൈ ചെയ്തിട്ടുള്ളവർ, ആരെങ്കിലും നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം മേടിച്ചിട്ട് തിരിച്ചു തരാനുണ്ടവർ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളവർ, അതേപോലെ തന്നെ ഇപ്പോൾ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ എമൗണ്ട്, പിന്നെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇച്ചിരി സ്പെഷ്യൽ എമൗണ്ട് കിട്ടിയാൽ കൊള്ളാം, അങ്ങനെ ഒരു ചിന്തയൊക്കെ നമുക്കുണ്ടെങ്കിൽ അത്, അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഓർത്തുകൊണ്ട് നമുക്ക് എത്ര രൂപ വേണം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലോട്ട് കൊണ്ടുവന്ന് അത് നമ്മുടെ കയ്യിൽ കിട്ടി എന്നുള്ളത് ചിന്തിച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ വലത്തേ കൈ ആ നാണയങ്ങളുടെ പുറത്തായിട്ട് വെക്കുക. ഇപ്പോൾ പ്ലേറ്റിലാണ് നിങ്ങൾ ഈ നാണയങ്ങൾ വെച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മടിയിലെടുത്ത് വെച്ചിട്ട് നമ്മുടെ വലത്തേ കൈ ആ നാണയങ്ങൾ 5 നാണയങ്ങളാണെന്നുണ്ടെങ്കിൽ അതിന് പുറത്തായിട്ട് വെക്കുക. ഇനി 5 രൂപയുടെ ഒരേ ഒരു നാണയമാണെന്നുണ്ടെങ്കിലും ആ നാണയത്തെ അടച്ചു വെക്കുന്നത് പോലെ നമ്മൾ നമ്മുടെ വലത്തേ കൈ കൊണ്ട് അടച്ചു വെക്കുക. അതിന് ശേഷം അതിൽ
കൈ എടുക്കരുത്. കൈ എടുക്കാതെ തന്നെ നമ്മൾ ഇടത്തെ കൈയിൽ 27 എന്നുള്ളത് കൗണ്ട് ചെയ്തുകൊണ്ട് 27 പ്രാവശ്യം ഈ ഒരു ശ്രീം ബ്രസി ഇതാണ് മന്ത്രം എന്ന് പറയുന്നത്. ഇത് വളരെയധികം പവർഫുള്ളായിട്ടുള്ള വളരെയധികം പോപ്പുലറായിട്ടുള്ളൊരു മന്ത്രമാണ്. ഇത് ചൊല്ലിയിട്ടുള്ളവർക്കൊക്കെ അറിയാവുന്നതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്. ശ്രീം ബ്രസി ഈ ഒരു മന്ത്രം ഞാനിവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. 27 പ്രാവശ്യം നമ്മൾ ചൊല്ലണം. നമ്മുടെ ആ ഒരു എനർജി ആ ഒരു നാണയത്തിലോട്ട്, ഇപ്പോൾ 1 രൂപയുടെ 5 നാണയമാണെങ്കിലും 5 രൂപയുടെ 1 നാണയമാണെങ്കിലും ആ നാണയത്തിലോട്ട് ആ ഒരു എനർജി കിട്ടും. അതിന് ശേഷം നമ്മൾ അതേപോലെ തന്നെ ഓരോ നാണയം, ഇപ്പോൾ 5 രൂപയുടെ 1 നാണയമാണെങ്കിലും 1 രൂപയുടെ 5 നാണയമാണെങ്കിലും അത് എടുത്ത് നമ്മൾ എവിടെയെങ്കിലും ക്യാഷ് ബോക്സിലോ നമ്മുടെ മണി പേഴ്സിലോ എവിടെയെങ്കിലും സൂക്ഷിച്ച് വെച്ചിരിക്കുക. അടുത്ത മാസത്തെ കർത്തവാവ് വരുന്നത് വരെ നമുക്കിത് ഇങ്ങനെ തന്നെ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്തോ ഇത് നല്ല ബെനിഫിറ്റ് കിട്ടിയെന്നുണ്ടെങ്കിൽ അടുത്ത മാസം വരുന്ന കർത്തവാവിനും ഇതേ കാര്യം ചെയ്ത് ഈ നാണയങ്ങളെ അല്ലെങ്കിൽ ഈ നാണയത്തെ എനർജൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ആ നാണയം നിങ്ങൾക്ക് സാധാരണ ആസ് യൂഷ്വൽ പോലെ നിങ്ങൾക്ക് ഡെയിലി റൊട്ടീനിൽ ഉപയോഗിക്കാവുന്നതാണ്. വളരെയധികം പവർഫുള്ളായിട്ടുള്ളൊരു കാര്യമാണിത്. കർത്തവാവിന് ഇത് ചെയ്യുമ്പം ഇതിൻ്റെ ബെനിഫിറ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ ആ ഒരു പവർ എന്ന് പറയുന്നത് കൂടി നിൽക്കും. അതുകൊണ്ടാണ് കർത്തവാവിന് ഇത് ചെയ്യാനായിട്ട് പറഞ്ഞത്. എപ്പോഴും പറയുന്നത് പോലെ പീരിയഡ്സ്, പുലാവ്, ആലായ്മ, നോൺ വെജ് കഴിച്ചു അങ്ങനെയുള്ളവരാരും ഇത് ചൊല്ലാനോ ചെയ്യാനോ നിൽക്കരുത്. നമുക്ക് ഫലം കിട്ടില്ല. ഈ ഒരു മാസം എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റാത്തവർക്ക് ഇത് ഓർത്തിരുന്ന് അടുത്ത മാസം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. എല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. നല്ല ഫലം തീർച്ചയായും ലഭിക്കും. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.